ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് മിസ എന്ന ഒരു നാടകം 2 ദിവസങ്ങൾക്ക് മുൻപ് അരങ്ങിലെത്തിയത്. ആ നാടകം അവതരിപ്പിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള വിവാദമാണ് ഉടലെടുത്തത്. അത് പ്രത്യേകിച്ചും ഈ ഇടതുപക്ഷ വിരുദ്ധരും അതോടൊപ്പം തന്നെ കോൺഗ്രസും ബി.ജെ.പിയും ഉൾപ്പെടുന്ന ആ സംഘത്തിന്റെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പേജുകളിൽ ഈ നാടകത്തിന്റെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ മോശമായിട്ട് ചിത്രീകരിച്ച് ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തെയും ഡിവൈഎഫ്ഐയുടെ സമ്മേളനത്തെയും മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. എന്തായാലും ആ നാടകം പൂർണ്ണമായിട്ട് കണ്ട സാഹിത്യകാരൻ, എഴുത്തുകാരൻ സി രാവുണ്ണി സാറാണ് നമുക്കൊപ്പമുള്ളത്. സാർ അന്ന് ആ നാടകം സാറ് വേദിയിലിരുന്ന് പൂർണ്ണമായിട്ടും കണ്ടിരുന്നു. ആ നാടകത്തിൽ യഥാർത്ഥത്തിൽ എന്താണ്, ആ കഥ എന്താണ്, അല്ലെങ്കിൽ സ്നേഹലത എന്ന് പറയുന്ന ആ സ്ത്രീയുടെ പോരാട്ടത്തിന്റെ ജീവിതകഥയൊക്കെ എന്താണ് ആ നാടകത്തിൽ ഉണ്ടായിരുന്നത്? സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ വിവിധ ഘട്ടങ്ങളെയാണ് ആ നാടകത്തിൽ അവതരിപ്പിച്ചത്. കഴിഞ്ഞ 70 കൊല്ലക്കാലത്ത് ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയാം. ഗോതമ്പ് വയലുകളിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികൾ ഗർഭപാത്രം മുറിച്ചു മാറ്റുന്നതിന് ആ ഒരു സീനോട് കൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. കാരണം സ്ത്രീകളുടെ മാസമുറ, സ്ത്രീകളുടെ ഗർഭധാരണം, ആ സമയമെല്ലാം ഇവർ നിത്യേന വന്ന് ജോലി ചെയ്യുന്നതിന് തടസ്സമാണ്. എന്നും പണിയെടുക്കുന്നവരായിരിക്കാൻ അവരെ നിർബന്ധിക്കുന്നതിന് വേണ്ടി അവരുടെ ഗർഭപാത്രം മുറിച്ചു മാറ്റുന്ന ക്രൂരമായൊരവസ്ഥയെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്, ഈ നാടകം ആരംഭിക്കുന്നത്. ഈ നാടകത്തിൽ ഇന്ത്യയുടെ 70 കൊല്ലക്കാലത്തെ വിവിധങ്ങളായ ചരിത്ര സന്ദർഭങ്ങളെക്കുറിച്ച് പറയുന്നു. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഇന്ദിരാഗാന്ധി, തെരഞ്ഞെടുപ്പ് അഴിമതിയെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ MP സ്ഥാനം നഷ്ടമാകുന്നത്, അധികാരം നഷ്ടപ്പെടുന്നതിനുള്ള വെപ്രാളത്തോടു കൂടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഈ അടിയന്തരാവസ്ഥയോട് കൂടി വരുന്ന ഇന്ത്യയുടെ ജയിലുകളിലും പുറത്തുമുള്ള പീഡനങ്ങളെ നിരന്തരമായ ചിത്രങ്ങളും സംഭവങ്ങളുമാണ്, യഥാർത്ഥ സംഭവങ്ങളുമാണ് ഇതിൽ വരുന്നത്. ഈ നാടകത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചരിത്ര വസ്തുതകളാണ്, ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ചിത്രീകരണമാണ് നാടകത്തിലുള്ളത്. ഭാവന ഒട്ടുമില്ല. അതോടൊപ്പം തന്നെ ഈ നാടകം പുറത്തു വന്നതിന് ശേഷം ഇപ്പോഴുണ്ടായ വിവാദത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. ചില സാമൂഹ്യ മാധ്യമങ്ങളുടെ പേജുകളിൽ ആ നാടകത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് അതിന് ഒരു പശ്ചാത്തല സംഗീതം നൽകി വേറൊരു തരത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന് ആളെ കൂട്ടാൻ വേണ്ടി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നൊക്കെയുള്ള മോശമായിട്ടുള്ള രീതിയിൽ ആ നാടകത്തെ വളച്ചൊടിക്കുന്നുണ്ട്. അതിനോട് എന്താണ് പറയാനുള്ളത്? ഡിവൈഎഫ്ഐ ഒന്ന് അപകീർത്തിപ്പെടുത്താൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കിയതാണ്. പിന്നെ ഇത് കാണുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ കൂടിയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. എന്താണ് അവർ നോക്കുന്നത്? ഇപ്പോൾ ദുശാസനൻ്റെ വസ്ത്രാക്ഷേപം ആണ് ഇവർ നോക്കുന്നതെങ്കിൽ മറ്റുള്ള എല്ലാ ആൾക്കാരും നോക്കുന്നത് ദുശാസനെയാണ്, ദുശാസൻ്റെ ക്രൂരതയാണ്, ആ ക്രൂര മുഖത്തെയാണ്, വസ്ത്രമഴിക്കുന്ന കയ്യിനെയാണ്. എന്നാൽ ചിലർ നോക്കുക ദുശാസനെ അല്ല, ദുശാസൻ്റെ കയ്യുമല്ല, ഈ വസ്ത്രം അഴിച്ചു മാറ്റി അവസാനം ബാക്കിയാവുന്ന മാംസളതിയിലേക്ക് ദുഷ്ടലാക്കോടുകൂടി നോക്കുന്ന മനുഷ്യരുണ്ട്. അതേ മനുഷ്യരുടെ കാഴ്ചയാണ് സ്നേഹലത റെഡ്ഡി. അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കടന്ന ഉടനെ വിവസ്ത്രയാക്കപ്പെട്ട ഒരാളാണ്. വിവസ്ത്രയായിട്ടാണ് അവർ ജയിലിൽ കഴിഞ്ഞത്. ആ കാര്യം അന്നത്തെ വാർത്തകൾ വരുന്ന എല്ലാവർക്കും അറിയാം. സ്ത്രീകളുടെ നേരെ ജയിലുകളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ അടിയന്തരാവസ്ഥ കാലത്തും അതിന് മുമ്പും പിമ്പും നടന്ന നരവേട്ടകളുടെ ചിത്രങ്ങൾ നമുക്കറിയാം. കെ അജിത നക്സൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ആ ഫോട്ടോ ഇന്നും നമുക്ക് ഓർമ്മയുണ്ടാവും. ആ ഫോട്ടോയിലേക്ക് ആളുകൾ ആർത്തിയോടുകൂടി നോക്കുന്ന ആൾക്കാരുണ്ടാവും. എങ്കിലും ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്നു, മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്നു എന്ന തരത്തിൽ അതിനെ നോക്കിക്കാണുന്ന ആൾക്കാരുമുണ്ട്. MM വിജയമാഷ് പണ്ട് മാധവിക്കുട്ടിയെക്കുറിച്ച് പറഞ്ഞൊരു വാചകമാണ് ഞാൻ ഓർക്കുന്നത്. മാധവിക്കുട്ടിയുടെ കഥകളിലെ രതി നുണഞ്ഞിരിക്കുന്നവർ സാമൂഹ്യ വ്യവസ്ഥയുടെ അടിവേരുകൾ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നില്ല എന്നാണ് വിജയമാഷ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ എന്താണ് എന്ന് മറന്നുപോയ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുക, ഇന്ത്യ മുഴുവൻ കേട്ട് മറന്ന സ്നേഹലത റെഡ്ഡിയുടെ അത്യുജ്വലമായ ജീവിതം. ആ ജീവിതം ഇതാ ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നു. കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്യുന്നു, ടെലിവിഷൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു. ഏതാണ്ട് കുടത്തിൽ നിന്ന് തുറന്നു വിട്ട ഭൂതത്തെ പോലെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ നാടകം ഉണ്ടാക്കിയ മാറ്റം. ഈ നാടകം നടുക്കത്തോടു കൂടിയല്ലാതെ നോക്കിയിരിക്കാൻ പറ്റില്ല. എന്തെല്ലാം നടന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, മറച്ചു വെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ, ഗുജറാത്ത് കലാപം,
ആ ഗുജറാത്ത് കലാപത്തിലെ ബൾക്കിസ് ബാനു ഈ നാടകത്തിലെ ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ സഞ്ജീവ് ഭട്ടിനെ ഈ ചോദ്യം ചെയ്യുന്ന കഥാപാത്രമായിട്ടും ഈ ഈ പിന്നെ പറഞ്ഞ പിന്നെ റോള് കൈകാര്യം ചെയ്ത ചിന്നൂസ് ചിലങ്ക അവതരിപ്പിക്കുകയുണ്ടായി. എനിക്ക് 25 കൊല്ലത്തിലേറെ കാലമായി ഈ നാടക പ്രസ്ഥാനത്തെ അറിയാം. ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ എന്നാണ് അതിൻ്റെ പേര്. ഈ സംഘത്തിലുള്ളവർ കേരളം മുഴുവൻ സഞ്ചരിച്ച് ഫ്ലോട്ടിംഗ് തിയേറ്ററാണ്, നിരന്തരം സഞ്ചരിച്ചുകൊണ്ട് നാടകങ്ങൾ അവതരിപ്പിക്കുകയാണ്. അവരെക്കുറിച്ച് കൂടി മനസ്സിലാക്കണം. ഈ കഥാപാത്രമായിട്ട് വേഷമിട്ട സ്നേഹലത ഡി മുഹമ്മദ് അത്യുജ്വലമായി ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിന്നൂസ് അരൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ നിന്ന് താഴെ വീണ് നട്ടെല്ലൊടിഞ്ഞ് മാസങ്ങളോളം ചികിത്സയിലായിരുന്നു. അങ്ങനെ ചെയ്തിട്ടും നാടകത്തെ കൈവിടാതെ, എന്തെല്ലാം പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ടും നാടകത്തെ കൈവിടാതെ സത്യം വിളിച്ചു പറയുക എന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യം, നാടകത്തിന് ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ പുതുകാലത്തെ ഉണർത്തിയ ഒരു വലിയ നാടക സംഘമാണ്. ഈ നാടകമാവട്ടെ ഇപ്പോൾ തെരുവിൽ നിന്ന് തെരുവിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ജനങ്ങൾ വരവേൽക്കുന്നു. 70 കൊല്ലത്തെ ഇന്ത്യയുടെ ചരിത്രം കേരളം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ നാടകം ഇപ്പോൾ ചെയ്യുന്നത്. ഈ നാടകത്തിൻ്റെ അവതരണത്തെ സമ്പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ഈ വിവാദം വന്നതിന് ശേഷം ഇത്തരത്തിൽ ഈ ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള കുറേ മനുഷ്യർ ചേർന്ന് ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്താൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് ഇതിൻ്റെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ക്യാമറമാൻ സജി പൂത്തിങ്കലിനൊപ്പം സാരംഗ് PS, കൈരളി ന്യൂസ്.